നമസ്കാരം. ഇങ്ക്സ്പിയറിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ ഈ ഇങ്ക്സ്പിയറിൻ്റെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രൊസീജിയർ എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. കാരണം അപ്പോൾ തന്നെ നമുക്ക് ടേബിളിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ എങ്ങനെ സേഫായിട്ട് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ വീഡിയോ കുറച്ച് ലേറ്റായി, കാരണം കുറച്ച് തിരക്കും കാര്യങ്ങളായിട്ട് പോയതുകൊണ്ടും വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ് വീഡിയോ ഇടാത്തത്. ഈ വീഡിയോയ്ക്ക് ശേഷം ഞങ്ങൾ കണ്ടിന്യൂസ് ആയി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏവർക്കും നമ്മുടെ ടേബിൾ സെറ്റിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ടേബിൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ശരി, നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളും സേഫായിരിക്കണം, അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വരുന്ന ആളും സേഫായിരിക്കണം. അതുകൊണ്ട് തന്നെ ആദ്യം എല്ലാം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഹാൻഡ് ഗ്ലൗ യൂസ് ചെയ്തിട്ട് വേണം ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ വേണ്ടി. അതിനുശേഷം ടേബിൾ ടിഷ്യൂ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ ടേബിൾ ടിഷ്യൂ എന്ന് പറയുന്ന സാധനം ഇത് എന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടേബിളിൽ യൂസ് ചെയ്യണ സമയത്ത് ഇങ്ക്, അതുപോലെയുള്ള ഇൻ കേസ് യൂസ് ചെയ്യുന്ന A&D എന്ന് പറഞ്ഞ ക്രീം, ഇതെല്ലാം ടേബിൾ നാശാവാതിരിക്കാനും ഹൈജീനിക് ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടേബിൾ ടിഷ്യൂ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു പ്രൊസീജിയർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ ടേബിൾ ടിഷ്യൂ മാറ്റി പുതിയ ടിഷ്യൂ നമ്മൾ ടേബിളിലിട്ടതിന് ശേഷമാണ് നമ്മൾ പ്രൊസീജിയർ എല്ലാം ചെയ്യുക. ബാക്കി നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്ത് ടേബിളിൻ്റെ എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഇങ്കാണ് ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇങ്ക്, അതുപോലെ തന്നെ ഇങ്കുകൾ പല ടൈപ്പ് പല ബ്രാൻഡ് കിട്ടും. എന്നാലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ സൂപ്പർ ബ്ലാക്ക്, അതുപോലെ തന്നെ ഡൈനാമിക്, പിന്നെ ഷെയ്ഡിങ് ഇങ്ക്സ്, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഗ്രീൻ സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയും? ഗ്രീൻ സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ടാറ്റു ചെയ്യുന്നതിൻ്റെ സമയത്ത് ക്ലീൻ ചെയ്യാനും, അതുപോലെ തന്നെ ഇങ്ക് കയ്യിലായതിനു ശേഷം ആ ഇങ്ക് തുടച്ച് കളയാനൊക്കെ ഉപയോഗിക്കുന്ന സോപ്പാണ് ഗ്രീൻ സോപ്പ്. ഗ്രീൻ സോപ്പ് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ കാരണം ഇൻഫെക്ഷൻസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് ഗ്രീൻ സോപ്പ്. അതായത് ഗ്രീൻ സോപ്പിൽ pH കുറവാണ് എന്നത് കൊണ്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അണുവിമുക്തമാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഗ്രീൻ സോപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഹാൻഡ് റബ്ബ് ഉണ്ട്. ഇപ്പോൾ വലിയ ബോട്ടിൽ കാണുന്നത് ഹാൻഡ് റബ്ബാണ്. ഇപ്പോൾ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നത് വിഷ്ണു ഹാൻഡ് റബ്ബ് ഒന്ന് ഹാൻഡ് റബ്ബ് ഇതാണ് ഹാൻഡ് റബ്ബ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഉള്ള രോഗാണുക്കൾ ഇതെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഹാൻഡ് റബ്ബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹാൻഡ് റബ്ബ് പ്രൊസീജിയർ തുടങ്ങുന്നതിനും ഹാൻഡ് റബ്ബ് യൂസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ നമ്മളിവിടെ ഫോം ബോട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഈ ഫോം ബോട്ടിൽ എന്ന് പറയുമ്പോഴെന്നുണ്ടെങ്കിൽ ഈ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ ഗ്രീൻ സോപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ പതയായിട്ടാണ് വരാം. കണ്ടോ, ഇതുപോലെ പതയായിട്ട് വരും. അപ്പോൾ എന്നുണ്ടെങ്കിൽ നമുക്കത് ബോഡിയിൽ അപ്ലൈ ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും ഇപ്പോൾ ചെയ്യുന്ന പോലെ ടിക്ടോക്ക് വീഡിയോസൊക്കെ ചെയ്യാനൊക്കെ വളരെ നന്നായിരിക്കും. ഇത് വളരെയധികം പതിപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ എല്ലാവരും ടിക്ടോക്ക് വീഡിയോസ് ഇതൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതല്ല, നമ്മൾ മെയിനായിട്ട് അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ടിപ്പ്. അതായത് ഈ സൈഡിലൊക്കെ ഇരുന്ന് ചെയ്യുന്ന ആൾക്കാർ ഉപയോഗിക്കാത്ത ഒരു സംഭവമാണ് ഈ ടിപ്പ് എന്ന് പറഞ്ഞത്. ടിപ്പ് എപ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടിപ്പ്. ആ ടിപ്പ് ഒന്ന് എടുത്ത് കാണും. ടിപ്പ് 2 തരമുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിസ്പോസിബിൾ ടൈപ്പ് ടിപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മെറ്റലായിട്ടുള്ള ടിപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, നമുക്കത് അണുമുക്തമാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്നാലും ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് മെയിനായിട്ട് ഡിസ്പോസിബിൾ ആയിരിക്കും ഏറ്റവും കൂടുതൽ നല്ലതെന്നാണ് ഞങ്ങൾ ഇവിടുന്ന് പ്രിഫർ ചെയ്യണം. കാരണം എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഡിസ്പോസിബിൾ ആകുമ്പോൾ സിംഗിൾ യൂസ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് കളയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ അസുഖങ്ങളൊന്നും തന്നെ
ഒരാളുടെ അസുഖം വേറെ ആൾക്ക് വരില്ല എന്ന് 100% ഉറപ്പ് പറയാം. അതുപോലെ തന്നെ ഇങ്ക് കപ്പ്, ഇതാണ് ഇങ്ക് കപ്പ്. ഇങ്ക് കപ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ സിംഗിൾ യൂസ് ആണ്. സിംഗിൾ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഉപയോഗിച്ച ഇങ്ക് കപ്പ് നമ്മൾ വേറെ ആൾക്ക് യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോഴായാലും ഇങ്ക് കപ്പ് ഒരാൾക്ക് യൂസ് ചെയ്ത് വേറെ ആൾക്ക് യൂസ് ചെയ്യാതിരിക്കുക. കാരണം അസുഖങ്ങളെല്ലാം വരാതിരിക്കാനുള്ള ഏറ്റവും വലിയ കാര്യങ്ങളാണ് ഈ ഇങ്ക് കപ്പ്, ടിപ്പ്, നീഡിൽ. ഇത് മൂന്നും നമ്മൾ ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ ഹാൻഡ് ഗ്ലൗവും നമ്മൾ ഇതേപോലെ ഓരോ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് മാറ്റി കളഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. കാരണം നമുക്കും മറ്റുള്ളവരുടെ അസുഖങ്ങൾ വരരുത്. അതുപോലെ ഒരാളുടെ അസുഖം വേറെ ആൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹാൻഡ് ഗ്ലൗ ചേഞ്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ സ്റ്റെൻസിൽ നമുക്ക് ബോഡിയിൽ സ്റ്റഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സ്റ്റഫർ. ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് വളരെ കോസ്റ്റ്ലി ആണ്. ഇത് കോസ്റ്റ്ലി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേലും കോസ്റ്റ് കുറവിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് മാർക്കറ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്രീമുണ്ട്. ആ ക്രീമിൻ്റെ പേരാണ് ലോക്സ് 2%. ഈ ലോക്സ് 2% എന്ന് പറഞ്ഞ ക്രീം നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഇത് എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ ഒരു 30 രൂപയ്ക്ക് കിട്ടും. ഈ 30 രൂപയ്ക്ക് ഈ ക്രീം മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ സ്റ്റഫറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത്തിരിയും കൂടി ഡാർക്ക് സ്റ്റെൻസിൽ നമുക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ലോക്സ് ആയിരിക്കും ഇത്തിരി കൂടി നല്ലത്. അതുപോലെ നമ്മൾ ഒരു ക്ലയൻറ്റിന് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു റേസർ ഉപയോഗിച്ചിട്ട് അവരുടെ ഹെയർ എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യണം. അത് റേസർ ഉപയോഗിക്കും. അതിനുശേഷം നമ്മൾ ഒരു ആൽക്കഹോളിക് സോപ്പ് ഉപയോഗിച്ചിട്ട് അവരുടെ ബോഡി ശരിക്കും ക്ലീൻ ആക്കും. ഇതും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണത്. ഈ ആൽക്കഹോളിക് സോപ്പ് എന്ന് പറയുന്നത് നമുക്ക് സിംഗിൾ യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്പിരിറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ നമുക്ക് കോട്ടൺ യൂസ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിളായിട്ട് ഒരു പീസ് എടുത്തിട്ട് അത് ഓപ്പൺ ചെയ്ത് പതുക്കെയാണ് നമുക്ക് ഒരാൾക്കുടെ ബോഡിയിൽ അപ്ലൈ ചെയ്ത് അതിനുശേഷം അത് നമുക്ക് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കളയുകയും ചെയ്യും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ് AED എന്ന് പറഞ്ഞ ക്രീമും AND എന്ന് പറഞ്ഞ ക്രീമും നമ്മൾ യൂസ് ചെയ്യുക. അത് വൈറ്റമിൻ എയും ഡിയും അടങ്ങിയിട്ടുള്ള ക്രീമാണ്. അപ്പോൾ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധാരണ എല്ലാവരും വാസിലിനൊക്കെ യൂസ് ചെയ്യും. വാസിലിൻ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. കാരണം അതിനകത്ത് പെട്രോളിയം ജെല്ലി ഉള്ളത് കൊണ്ട് അത് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇതിപ്പോൾ ANDയും അതുപോലെ തന്നെ AED ആണ്. ഇത് വൈറ്റമിൻ ഇതായതുകൊണ്ടും നമുക്ക് ബോഡിക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. ഇത് എന്തിനാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് മിഷൻ വളരെ സ്മൂത്തായിട്ട് നമ്മുടെ ബോഡിയിലൂടെ പാസ് ചെയ്ത് പോകാനും അതുപോലെ തന്നെ നമ്മളുടെ ഇങ്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാനും ഈ ക്രീമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രിഫർ ചെയ്യുന്നതും AND അല്ലെങ്കിൽ AED ആണ് ഞങ്ങളും പ്രിഫർ ചെയ്യുന്നത്. അല്ലാതെ വാസിലിനൊക്കെ അപ്ലൈ ചെയ്യാതിരിക്കായിരിക്കും വളരെയധികം ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ടേബിളിൽ വേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മളൊരു പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോയിൽ അവരുടെ ബോഡിയിൽ റാപ്പ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് ഈ പൊടി അടിക്കാതിരിക്കാനാണ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ബോട്ടിൽസും ഇതുപോലെ ഒരു ക്ലിയർ റാപ്പ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം നന്നായിരിക്കും. കാരണം നമ്മൾ വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ ടൈമിലും നമ്മൾ ഈ ബോട്ടിൽ എടുത്തിട്ടായിരിക്കും നമ്മൾ ഇങ്ക് എല്ലാം നമ്മൾ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ എന്താ ഇതിനകത്തും നമ്മളുടെ കയ്യിൽ പറ്റിയിട്ടുള്ള ബ്ലഡിൻ്റെ അംശങ്ങളൊക്കെ ആവാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ബോട്ടിൽസ് എല്ലാം ഇതുപോലെ റാപ്പ് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മളിവിടെ എല്ലാ ബോട്ടിൽസും ഇതുപോലെ റാപ്പ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് എല്ലാ പ്രൊസീജിയർ കഴിഞ്ഞിട്ടും നമ്മളത് ചേഞ്ച് ചെയ്യണമെന്നാണ് പറയണേ. കാരണം എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഹൈജീനിക് ആയിട്ടുള്ള സെൻറ്റർ ആകുമ്പോൾ എപ്പോഴും ഓരോ പ്രൊസീജിയർ കഴിയുമ്പോഴും നമുക്കത് അതിൽ ചുറ്റിട്ടുള്ള ഈ റാപ്പ് മാറ്റിക്കളയാം. അതുപോലെ തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഹാൻഡ് റെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇത് ഹാൻഡ് റെസ്റ്റ് ആണ്. ഹാൻഡ് റെസ്റ്റിലും നമ്മൾ ഇതേപോലെ റാപ്പ് ചുറ്റി വെച്ചിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ് കൈ ഇതിൽ വെക്കുന്ന സമയത്ത് നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇങ്ക് ബ്ലഡ് ഇതൊക്കെ ഇതിലാവാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഇതുപോലെ റാപ്പ് ചെയ്ത് ഉപയോഗിക്കുക എല്ലാം. ഇത്രയാണ് നമ്മുടെ ഒരു ടേബിൾ സെറ്റിങ്ങിന് വേണ്ട കാര്യങ്ങൾ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.